ഹലോ ഫ്രണ്ട്സ്, ഫ്യൂച്ചർ കരിയർ ഷേപ്പ് ചെയ്യുന്നതിൽ നിങ്ങളെ സഹായിക്കുന്ന 5 കരിയർ ടിപ്സ് ആണ് ഇന്ന് കരിയർ പൾസിൽ നാം ചർച്ച ചെയ്യുന്നത്. ഏവർക്കും കരിയർ പൾസിലേക്ക് സ്വാഗതം. ടിപ്സ് നമ്പർ 1: ബിൽഡ് സ്കിൽസ്, നോട്ട് ജസ്റ്റ് ഡിഗ്രി. നമ്മൾ പറയാറുണ്ട്, ഡിഗ്രിയും PGയും നേടിയത് കൊണ്ടൊന്നും പുതിയ കാലഘട്ടത്തിൽ ജോബ് മാർക്കറ്റിൽ എത്താനോ ഷൈൻ ചെയ്യാനോ കഴിയുകയില്ല എന്ന്. സ്കിൽസുകളുടെ കാലഘട്ടം കൂടിയാണ് ഇത്. അതുകൊണ്ട് ഏത് ക്ലാസ്സിൽ പഠിക്കുന്നവരാണെങ്കിലും, 10ാം ക്ലാസ്സിലാണെങ്കിലും പ്ലസ് ടുവിലാണെങ്കിലും ഡിഗ്രിക്കാണെങ്കിലും ഒക്കെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എഴുതുന്ന ബോർഡ് എക്സാമുകളിൽ നമുക്ക് പാസ്സാകാൻ സാധിക്കും. പക്ഷേ അതിനുശേഷമുള്ള ജോബ് ഫീൽഡിൽ തിളങ്ങണമെന്നുണ്ടെങ്കിൽ ചില സ്കിൽസുകളും കൂടി നാം നേടിയെടുക്കേണ്ടതുണ്ട്. 21ാം നൂറ്റാണ്ടിലെ 21 സ്കിൽസുകളെ പറ്റി നാം എല്ലാവരും ചർച്ച ചെയ്യാറുണ്ട്. അതിൽ തന്നെ 4 Cകളെ നമ്മൾ കൂടുതൽ പറയാറുണ്ട്. അതിലൊന്ന് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, കൊളാബറേറ്റീവ് സ്കിൽസ്, ക്രിയേറ്റീവ് സ്കിൽസ്, ക്രിട്ടിക്കൽ തിങ്കിങ് പോലെയുള്ള സ്കില്ലുകൾ ആർജിക്കാതെ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പ്രശ്നങ്ങൾ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയും കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ലൈഫാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെ ആരോഗ്യകരമായി നേരിടാനുള്ള പ്രോബ്ലം സോൾവിങ് സ്കിൽസും വളരെ അത്യാവശ്യമാണ്. അടുത്ത സ്കിൽസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ സ്കിൽസ് ആണ്. കമ്പ്യൂട്ടറുകളുടെയും ഇന്റർനെറ്റുകളുടെയും ടെക്നോളജിയുടെയും കാലഘട്ടത്തിലാണ് നാം എല്ലാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഡിജിറ്റൽ ലിറ്ററസി അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ലീഡർഷിപ്പ് സ്കിൽസ്, ഏത് കമ്പനിയെയും ഏത് ഇൻഡസ്ട്രിയെയും മുന്നോട്ട് പോകാനുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പും കൂടി നാം ആർജിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ സ്കിൽസ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് കീപ് ലേണിംഗ് ആണ്. എന്നത്തേക്കാളും ഉപരി വളരെ വേഗത്തിലാണ് ജോബ് മാർക്കറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും മാറിക്കൊണ്ടിരിക്കുന്നതും. നമ്മുടെ മുന്നിൽ കഴിഞ്ഞ 10 വർഷം നമ്മൾ ഉപയോഗിച്ച ടൂളുകളല്ല നമ്മുടെ മുന്നിലുള്ളത്. ന്യൂ ടൂൾസുകൾ വന്ന്, ന്യൂ ടെക്നോളജികൾ വന്ന്, പുതിയ ഡിമാൻഡ്സുകൾ വന്ന്, അല്ലേ? അതുകൊണ്ട് നമ്മളൊരു കോഴ്സും ഒരു ജോലിയൊക്കെ ആയി എന്ന് വിചാരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഓൺലൈൻ കോഴ്സിന്റെ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ കോഴ്സുകൾ, വർക്ക്ഷോപ്പുകൾ, സർട്ടിഫിക്കേഷൻസ് കോഴ്സുകളൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ സ്കിൽസിനെ റീസ്കിൽസ് ചെയ്യാനും അപ്സ്കിൽസ് ചെയ്യാനും ഒക്കെ നാം തയ്യാറായിട്ടില്ലെങ്കിൽ ജോബ് മാർക്കറ്റിൽ നിന്ന് പുറന്തള്ളാൻ അധിക സമയം വേണ്ടിവരില്ല. ടിപ്സ് നമ്പർ 3: നെറ്റ്വർക്ക് വൈസ്ലി. ബുദ്ധിപരമായി നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തെ ഉപയോഗപ്പെടുത്തുന്നവർക്ക് മാത്രമേ പുതിയ ജോബ് മാർക്കറ്റിൽ ഇടമുള്ളൂ എന്ന് മനസ്സിലാക്കുക. ധാരാളം അവസരങ്ങൾ വരുന്നത് പരസ്യങ്ങളിൽ നിന്നൊന്നല്ല, മറിച്ച് നമ്മൾക്കറിയുന്ന ആളുകളിൽ നിന്നാണ് നമുക്ക് ഇൻഫോർമേഷൻ വേഗത്തിൽ വരുന്നത്. അതുകൊണ്ട് കണക്ട് വിത്ത് മെന്റേഴ്സുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക. വലിയ വലിയ ഇവന്റ്സുകൾ രാജ്യത്തും ദേശത്തും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ നടക്കുമ്പോൾ അതിലൊക്കെ പങ്കെടുക്കുക. ജീനിയൻ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒരു കോണ്ടാക്ട്സിന് മാത്രമല്ല, നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് അവസരങ്ങളുടെ ഡോർ തുറക്കുന്നതിൽ വലിയ സംഗതിയാണെന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. ടിപ്സ് നമ്പർ 4:
ഗെയിൻ എക്സ്പീരിയൻസ് ഏർലി. നേരത്തെ എക്സ്പീരിയൻസ് നേടുക എന്നത് പുതിയ കാലഘട്ടത്തിന്റെ ഒരു ട്രെൻഡാണ്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരു ഗ്രാജുവേറ്റ് തീരാൻ വേണ്ടി കാത്തു നിൽക്കും അല്ലേ? ഇനി അത് കാത്തു നിൽക്കേണ്ടതില്ല. നമുക്ക് പഠനത്തിന്റെ സമയത്ത് തന്നെ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യാന്, വളണ്ടറിങ് സർവീസുകളൊക്കെ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട് എന്നത് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ സ്റ്റാർട്ട് സ്മാൾ പ്രൊജക്ട്സ്, ചെറിയ ചെറിയ പ്രൊജക്റ്റുകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട്, അതൊക്കെ ഡീൽ ചെയ്തുകൊണ്ട്, അതൊക്കെ ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ട് നമ്മുടെ ഇന്റലിജൻസ് ഏരിയക്ക്, നമ്മുടെ ഫേവറേറ്റ് സബ്ജക്റ്റിനനുസരിച്ച്, സാമൂഹിക ട്രെൻഡുകൾക്കൊക്കെ അനുസരിച്ചുകൊണ്ടുള്ള ചെറിയ ചെറിയ പ്രോജക്റ്റുകളൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ കരിയർ നമുക്ക് ഷൈൻ ചെയ്യാൻ സാധിക്കും. ടിപ്സ് നമ്പർ 5 എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ പറഞ്ഞു ബോർഡ് എക്സാമുകളിലൊക്കെ നമ്മൾ പാസ്സാകും, ബോർഡ് എക്സാം കൊണ്ടൊന്നും ഇനി ജോലി കിട്ടില്ല. ഇനി അങ്ങനെ സ്കില്ലൊക്കെ ഉള്ളവര് ആ ഒരു കമ്പനിയിൽ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ നിൽക്കുള്ളൂ. പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വളരാനുള്ള ഒരുപാട് സാധ്യതകളും അവസരങ്ങളുമുള്ള ഒരു സാഹചര്യത്തിലാണ് ലോകം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റേ പോസിറ്റീവ്. ഒരുപാട് സെറ്റ് ബാക്കുകൾ, പ്രശ്ന സങ്കീർണതകൾ നമ്മുടെ കരിയറിൽ വരുമ്പോഴും അവിടെയൊക്കെ സ്റ്റേ പോസിറ്റീവായി അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സ്കിൽ എന്ന് സ്റ്റീഫൻ ഹോക്കിൻസ് ഒക്കെ പറയാറുണ്ട്. അത്തരം പിന്നെ പഠിക്കാനുള്ള ഒരു സന്നദ്ധത, ഒരു റെഡിനെസ്, ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലിയിൽ തിളങ്ങാനും മുന്നോട്ട് പോകാനും പ്രൊമോഷൻ സാധ്യതകളിലൂടെ വലിയ ലക്ഷ്യത്തിലേക്ക്, നമ്മൾ ഡ്രീമിലേക്ക് എത്താൻ നമുക്ക് കഴിയും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. താങ്ക് യു ഓൾ ഓഫ് യു.